ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനത്തിൽ മറക്കാതെ സൂക്ഷിക്കുന്ന ഒരു കഥ പോലെ മനസ്സിൽ പതിക്കുന്ന വചനമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. സ്നേഹം നിഷേധിച്ച് ആഗ്രഹിക്കുന്നിടങ്ങളിലേക്ക് ആർത്തിയോടെ ഇറങ്ങിപ്പോകുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് വചനം വ്യക്തമാക്കുന്നുണ്ട്. നാം വിചാരിക്കുന്നതാണ് സ്വർഗമെന്നും നാം വിചാരിക്കുന്നിടത്താണ് സന്തോഷമെന്നും സൗഭാഗ്യമെന്നുമൊക്കെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ചെന്നു വീഴുന്നിടങ്ങളൊക്കെ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അർഹിക്കുന്നത് കിട്ടാതെയും ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടും സങ്കടങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നൊരു പുത്രൻ്റെ കഥയാണ് വിവരിക്കുന്നത്. അതിനപ്പുറം ഇത്രയൊക്കെ അവഹേളിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും മാറിപ്പോയിട്ടും വഴുതിപ്പോയിട്ടും വാതിൽ തുറന്ന് കാത്തു നിൽക്കുന്നൊരു പിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ എത്രമാത്രം ആദരവോടെ കാണേണ്ടി വരുന്നുണ്ട്. സ്വന്തം പുത്രൻ വീട് വിട്ടിറങ്ങിപ്പോയതിനു ശേഷം എന്നും വാതിൽക്കൽ ആ മകൻ്റെ വരവിനെ കാത്തു നിൽക്കുന്നൊരു പിതാവ്, അവന് വേണ്ടി എല്ലാം ഒരുക്കി നിർത്തുന്നൊരു പിതാവ്, എന്തിനേറെ ഒരു കാളയെപ്പോലും കൊഴുപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നെങ്കിലും മടങ്ങി വരുമ്പോൾ അവന് വേണ്ടി ഒരു ആഘോഷമാക്കുവാൻ കരുതലുള്ള പിതാവ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇതിൽ കൂടുതൽ എങ്ങനെ വർണ്ണിക്കാൻ സാധിക്കും? മനുഷ്യർ തൻ്റെ സ്വാർത്ഥത കൊണ്ട് പലപ്പോഴും പല മേഖലകളെയും പുൽകാറുണ്ട്. ഇതുവരെ അനുഭവിച്ചതും ഇതുവരെ കഴിഞ്ഞുകൂടിയതും ഇതുവരെ മനസ്സിലാക്കിയതുമൊക്കെ പലപ്പോഴും വ്യർത്ഥമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പച്ചപ്പുൽപ്പുറങ്ങൾ തേടിപ്പോകുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് നൽകുന്നത് വരണ്ടുണങ്ങിയ മനോഭാവങ്ങളും സ്ഥലങ്ങളും പന്നിയോടുള്ള മൽപ്പിടുത്തങ്ങളും തവിടിനു വേണ്ടിയുള്ള കിടപിടുത്തങ്ങളൊക്കെയായി മാറപ്പെടുകയാണ്. അപ്പോഴാണ് നമുക്കൊരു നേർവഴിക്കുള്ള ചിന്തകൾ തോന്നിപ്പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനം എത്ര നല്ലതായിരുന്നു, ഞാൻ കഴിഞ്ഞുകൂടിയ ഭവനം എത്ര നല്ലതായിരുന്നു, എൻ്റെ പിതാവ് എത്ര സ്നേഹമുള്ളതായിരുന്നു. പലതും നഷ്ടപ്പെടുമ്പോഴും നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുമ്പോഴുമാണ് ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് നൽകുന്നത്. ആയിരുന്നിടങ്ങളൊക്കെ തന്നെയാണ് അനുഗ്രഹവും അർത്ഥപൂരിതവും. നോമ്പുകാലം ഒരു മടങ്ങിവരവിൻ്റെ കാലമാവട്ടെ, ഒരു മാനസാന്തരത്തിൻ്റെ മനസ്സുണ്ടാവട്ടെ. എടുത്തുചാട്ടങ്ങളിൽ നിന്നും ചിന്തകൾ പതറിപ്പോയ നിമിഷങ്ങളിൽ നിന്നും വ്യഗ്രതകളിൽ നിന്നും വീണ്ടും വിചാരമില്ലായ്മകളിൽ നിന്നുമൊക്കെ നല്ലൊരു വേറിട്ട ചിന്തകളിലേക്ക്, വ്യത്യസ്തമായ മനോഭാവങ്ങളിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. മനസ്സിലാക്കേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എത്ര സ്വാർത്ഥത കാണിച്ചാലും, മനുഷ്യൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും അകലം പാലിക്കാതെ അടുത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, തുറന്നിട്ട വാതിലുമായി കരുണ തെളിയിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ആഘോഷത്തിന് വിരുന്നൊരുക്കുന്ന ദൈവം, ചേർത്തണച്ച് സന്തോഷിപ്പിക്കുന്നൊരു ദൈവം, അതാവട്ടെ തിരികെ വരാനുള്ള നമ്മുടെ ബലം. എത്ര പാപം ചെയ്താലും പാവിയെന്ന് മുദ്ര കുത്താതെ പരിശുദ്ധിയിലേക്ക് ആനയിക്കുവാൻ പാകത്തിൽ അവൻ്റെ ഹൃദയത്തിൽ ഇന്നും കരുണയുണ്ട്. മനുഷ്യൻ്റെ ബലഹീനതകളേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ഈ തിരുവചനം പഠിപ്പിക്കുന്നില്ലേ? നോമ്പുകാലം അത്തരത്തിലൊരു നല്ല ചിന്തകളിലേക്ക്, മടങ്ങിവരവിലേക്ക്, മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കടന്നുപോയ വഴികളും വീണുപോയ വഴികളുമൊക്കെ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അനുഭവങ്ങളോളം വരികയില്ലല്ലോ ഒരറിവും. ഈ അനുഭവങ്ങൾ ആഴമുള്ള വ്യക്തിയുമായി, ആത്മാർത്ഥതയുള്ള വ്യക്തിയായി, അതിനേക്കാളേറെ നമ്മുടെ ആത്യന്തികമായ തിരിച്ചറിവുകൾക്ക് ആഴവും അർത്ഥവും നൽകുന്ന അനുഭവങ്ങൾ ഉള്ള വ്യക്തിത്വങ്ങളായി രൂപപ്പെടുത്തിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.